തിരുവനന്തപുരം തിരുവല്ലം കസ്റ്റഡി മരണത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി ആവശ്യപ്പെട്ട് സിബിഐ തിരുവല്ലം SHO ആയിരുന്ന സുരേഷ് വി നായർ, SI വിപിൻ പ്രകാശ്, ഗ്രേഡ് SI സജീവ് കുമാർ എന്നിവരെയാണ് പ്രതി ചേർത്തത്. 2022 ഫെബ്രുവരി 28-നാണ് ദമ്പതികളെ ആക്രമിച്ചതിന് തിരുവല്ലം പോലീസ് കസ്റ്റഡിയിലെടുത്ത സുരേഷ് മരിച്ചത്. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് വിശദാംശങ്ങൾ? പക്ഷേ ഏറെ വിവാദമായ തിരുവല്ലം കസ്റ്റഡി മരണത്തിലാണ് ഇപ്പോൾ തുടർ നടപടികളുമായി CBI അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. 3 പോലീസ് ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടുള്ളത്. ഈ സംഭവം നടക്കുമ്പോൾ CA ആയിരുന്ന സുരേഷ് വി നായർ, അതോടൊപ്പം തന്നെ SI വിപിൻ, ഗ്രേഡ് SI സജീവ്, ഈ 3 പേരെയും പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള അനുമതിയാണ് CBI അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ വകുപ്പ് തല നടപടിയുടെ ഭാഗമായി 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിൽ സുരേഷ് വി നായർ ഉണ്ടായിരുന്നില്ല. വൈശാഖ് എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഇപ്പോൾ CBI പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 3 പേർക്കെതിരെയാണ് പ്രോസിക്യൂഷൻ നടപടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. 2022 ഫെബ്രുവരി 28-നായിരുന്നു ഈ സംഭവം. തിരുവല്ലം ജഡ്ജി കുന്നിൽ ദമ്പതികളോട് മോശമായി പെരുമാറുകയായിരുന്നു ഈ സുരേഷ് ഉൾപ്പെടെ, മരിച്ച സുരേഷ് ഉൾപ്പെടെ 5 പേർ. ഇവരെ പിന്നീട് പോലീസ് എത്തി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ കസ്റ്റഡിയിൽ 3-ാം മുറ പ്രയോഗിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. സുരേഷിൻ്റെ ഭാര്യയും സഹോദരനും സുരേഷിനെ ഇറക്കുന്നതിന് വേണ്ടി സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ തന്നെ അവർ കണ്ടത് സുരേഷിനെ കൊണ്ട് വ്യായാമം ചെയ്യിക്കുന്ന രീതിയൊക്കെയുമായിരുന്നു. ഇത് മൊഴിയായി നൽകിയിരുന്നു. 100 പ്രാവശ്യം പുഷപ്പ് എടുക്കുകയും സിറ്റപ്പ് ചെയ്യിക്കുകയും തവളച്ചാട്ടം സ്റ്റേഷനുള്ളിൽ ചാടിക്കുകയും ചെയ്തു. പിന്നീട് CI മുഖത്തടിച്ചു എന്ന മൊഴിയും ഉണ്ടായിരുന്നു. ഏറെ അവശനായ സുരേഷിനെ പിന്നീട് പോലീസ് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഇതൊന്നും കൃത്യമായ രേഖപ്പെടുത്തിയിരുന്നില്ല. ഇതിൻ്റെ പേരിലാണ് വകുപ്പ് തല നടപടി ഉൾപ്പെടെ ഉണ്ടായത്. ആ സമയത്ത് പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഈ സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ പരിശോധിക്കുകയും ഈ വീഴ്ചകൾ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് സസ്പെൻഷൻ നടപടി ഉണ്ടായത്. ആശുപത്രിയിൽ മരിച്ചപ്പോൾ അത് സുരേഷ് നേരത്തെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആളെന്നാണ് ഉദ്യോഗസ്ഥർ മൊഴിയായി നൽകിയത്. പക്ഷേ കസ്റ്റഡി മരണം സംബന്ധിച്ച്, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ ക്രൂരമായ മർദ്ദനം ഏറ്റത് സംബന്ധിച്ച്, അവിടെ കഠിനമായ വ്യായാമ മുറകൾ ചെയ്യിച്ചത് സംബന്ധിച്ച മൊഴികൾ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നു. അത് സുരേഷിൻ്റെ തന്നെ ബന്ധുക്കൾ നൽകിയതാണ്. സുരേഷിന് ഹൃദ്രോഗമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരാളെ കൊണ്ട് അതിക്രൂരമായ രീതിയിൽ തന്നെ ഈ 3-ാം മുറ പ്രയോഗിച്ചു, അദ്ദേഹത്തെ അതിന് വിധേയനാക്കി എന്ന ആരോപണം ഉയർന്നു വന്നു. ഈ കേസിലാണ് ഇപ്പോൾ 3 പോലീസ് ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBI അനുമതി തേടിയിരിക്കുന്നത്. അഭിലാഷ്, തിരുവല്ലം കസ്റ്റഡി മരണത്തിൽ ആണ് 3 പോലീസ് ഉദ്യോഗസ്ഥരെ CBI പ്രതി ചേർത്തത്.